മോനെ ചേച്ചി പാർലറിൽ പോവുക. ഒരു കുരുത്തക്കേടും കാണിക്കാതെ മര്യാദയ്ക്ക് ഇവിടെ അടങ്ങിയിരുന്നോണം കേട്ടോ. ആ നേരത്തെ വന്നേ. ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാമോ? നോക്കാം. മാഡത്തിൻ്റെ മുടി വളരെ കട്ടി കുറവാണ്. നല്ല കൊഴിച്ചിലുണ്ടാവും നമ്മളെ സ്മൂത്തിങ് ചെയ്യുമ്പോഴേ. അപ്പോൾ ഞാനൊരു ഹെയർ ഓയിൽ തരാം സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട്. അതൊന്ന് ഉപയോഗിച്ച് നോക്ക്. ഓ ശരി. ഇങ്ങനെയാണെങ്കിലേ ബിസിനസ് നല്ലോണം നടക്കും. 6000 രൂപ ഒറ്റയടിക്കൊണ്ട് കളഞ്ഞത്. നമ്മുടെ ലാഭം നോക്കി കസ്റ്റമറിന് ബലി കൊടുക്കരുത്. ആ പൈസയ്ക്ക് ഒരു വിലയും കാണില്ല. നീ പറഞ്ഞ ഡയലോഗേ വല്ല ഓട്ടോടാൻ ബാക്കിൽ കൊടുത്തിട്ട് എഴുതി വരും. ആ മാഡം കയറി വരൂ. ആ മാഡം എന്താ വേണ്ടത്? സ്പെഷ്യൽ ഫേഷ്യൽ ആണോ? ഇല്ല, സാധാരണ ഇവിടെ എന്താണോ ചെയ്യുന്നത് അത് മതി. ആ ഓക്കെ, എന്നാൽ ഇതിലോട്ട് ഇരുന്നു. ഹലോ പപ്പ. ഇന്നത്തെ ചെക്കന് നോ പറഞ്ഞു പപ്പ. എൻ്റെ കല്യാണം ഇപ്പോഴെങ്ങും നടക്കുമെന്ന് തോന്നുന്നില്ല. ഞാൻ ബ്യൂട്ടി പാർലറിലാ പപ്പ, പിന്നെ വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഒരു ഗോൾഡൻ ഫേഷ്യൽ ആയിരിക്കും നല്ലത്. വേണ്ട. എന്തൊരു ചൂട്. ഞാൻ ലൈം ജ്യൂസ് കുടിച്ചിട്ട് തരാവേ. എന്ത് പറ്റി? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഇവിടെ വരുന്നവരുടെയൊക്കെ പ്രോബ്ലം തിരക്കിലാണോ നമ്മുടെ ജോലി? നിങ്ങൾ നിങ്ങളുടെ പണി നോക്ക്. ചേച്ചി ലൈം ജ്യൂസ് ഒന്ന് മതിയോ? ഹലോ, കുറേ നാളായല്ലോ കണ്ടിട്ട്. കുറെ നാളായല്ലോ നീ തുടങ്ങിയിട്ട്. നിന്നെ ഇനി ഇവിടെ കണ്ട പാർലറുടെ പത്രിക എടുത്ത് നിന്റെ സൂക്കടി അങ്ങ് മാറ്റും. പടാ പടാ. വേണ്ടായിരുന്നു. എത്രയായി? 2000 രൂപ. 2000 രൂപയോ? അതിനു വേണ്ടിയൊന്നും ചെയ്തില്ലല്ലോ. മാഡം, ഞങ്ങൾ കൂടുതൽ പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കാറില്ല. വേണമെങ്കിൽ പുറത്തൊന്ന് അന്വേഷിച്ച് നോക്കൂ. ഇത് നിങ്ങളുടെ സ്ഥിരം തൊഴിലാണെന്ന് നമുക്കറിയാം. $1500 അത് മതി. ഇവളെന്തടി എന്നെ കാണുമ്പോ കണ്ണുരുട്ടുന്നത്? അവളെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ ഇഷ്ടമായില്ലെന്ന് തോന്നുന്നു. അവൾ ആകെ സങ്കടത്തിലും ദേഷ്യത്തിലോ പോയത്. ഓഹോ, ആ ഒരു 500 രൂപ കുറച്ചാ പേ ചെയ്തേ. അത് കൊള്ളാം. ചെറുക്കൻ അവളെ ഇഷ്ടപ്പെട്ടില്ലെന്നും പറഞ്ഞ് നമ്മളടുത്താണ്ടാ കലിപ്പ് തീർക്കുന്നത്. ഇവളെ ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഇവക്കൊരു പണി കൊടുക്കണം. നിന്റെ ഫോണിങ്ങെടുത്തേ. നീ എന്താ ചെയ്യാൻ പോന്നേ? അവക്കൊരു ലൈൻ ഇല്ലെന്നാ തോന്നേ. അതാ ഈ കലിപ്പ് മുഴുവൻ.
നമുക്ക് അവളെ ഒന്ന് കൂളാക്കാം. ഒരു ഫേക്ക് ബോയ് ഫ്രണ്ടിന് അവൾക്ക് ഇപ്പം ആവശ്യമുണ്ട്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വേണ്ട, ആവശ്യമില്ലാത്ത കാര്യമൊന്നും ചെയ്യണ്ട. ലാസ്റ്റ് നമുക്ക് തന്നെ പണി കിട്ടും. നീ പേടിക്കാതെ. അവളെ ഒന്ന് കൂളാക്കാൻ ഇതേ ഉള്ളു മാർഗം. ഒരു ചെറിയ മധുരപ്രതികാരം. നീ ആ ഫോണിങ്ങെടുത്തേ. എന്റെ നമ്പറിലല്ലേ അവൾ ഇവിടെ വരാൻ വേണ്ടി വിളിച്ചത്. നമ്മളാണ് അവൾക്കിട്ട് പണിയുന്നതെന്ന് അറിഞ്ഞാ അവളുടെ നേച്ചർ വെച്ച് അവളെ കട പൂട്ടിക്കും. നീ ഒന്ന് ചുമ്മാതിരി. നിന്റെ വാട്സപ്പ് DP മാറ്റിയിട്ടേ നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അവന്റെ ഫോട്ടോ ഇങ്ങോട്ട് കൊടുത്താൽ മതി. അവനെ കണ്ടാൽ അവള് ഫ്ലാറ്റ്. ഇനി ഒരു ഹായ് അയച്ചു നോക്കാം. ഒരു രക്ഷയില്ലല്ലോടി. ഒരു മെസ്സേജ് അയച്ചു നോക്കാം. നീ ഒരു സുന്ദരിയല്ലേ? നിനക്കെന്തിനാ ബ്യൂട്ടി പാർലർ? അവിടെ ഉള്ള ഒരു ക്രീമിനും നിന്റെ നിറത്തെ മായ്ക്കാനാകില്ല. നമുക്ക് നോക്കാം. ഇതിലവള് വീഴും. എടി, അവൾ എന്തോ ടൈപ്പ് ചെയ്യുന്നു. ഇങ്ങട്. ഞാൻ പറഞ്ഞില്ലേ അവള് ചൂണ്ടേ കൊളുത്തും. നീ സുന്ദരനായിരിക്കാം, പക്ഷേ എൻ്റെ ചെരുപ്പിൻ്റെ അടിയുടെ പാട് നിന്റെ കവളിന്ന് ഒരിക്കലും ആയില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇതൊന്നും ശരിയാകത്തില്ല എന്ന്. വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും നിന്റെ ആ ഫ്രണ്ടിനോടെ അടുത്ത കാലത്തൊന്നും ഇങ്ങോട്ട് വരണ്ടാന്നൊന്ന് പറഞ്ഞേരേ. ഡാ, നീ എന്തോ കാണിച്ചിട്ടിരിക്കുന്നേ? നീ എന്താ ചോറ് കഴിക്കാഞ്ഞേ? ചിക്കൻ ഇല്ലാത്ത ചോദ്യം തിന്നത്തില്ല. എനിക്ക് ചിക്കൻ വേണം. എനിക്ക് നീ ഇന്നലെ പറഞ്ഞില്ലേ എനിക്ക് ചിക്കൻ വാങ്ങിച്ചു തരാമെന്ന്. എന്നിട്ടെന്താ ചിക്കൻ വാങ്ങിച്ചു തരാഞ്ഞ്? എൻ്റെ പൊന്നു മോനെ, പാർലറിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നേരെ ഒത്തിരി ലേറ്റ് ആവും. ഉറപ്പായിട്ടും ചേച്ചി സൺഡേ മോന് ചിക്കൻ മേടിച്ചു തരാം. ഇപ്പം നീ ഇത് കഴിക്കും. നാളെ ചേച്ചി ചിക്കൻ മേടിച്ചു തരാം. ചിക്കൻ വേണം. കഴിക്കടാ. ചിക്കൻ ഞാൻ തിന്നത്തില്ല. കഴിക്ക്. ഡാ, എന്നെ മമ്മിയെ പോലെ കള്ളിയ. എൻ്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ചിക്കൻ വാങ്ങിച്ചു തന്നേനെ. നീ അമ്മയെ പോലെ പത്തിക്കുക എന്നെ. നീ അതിനെ അടിച്ചു. എനിക്ക് മോനെ, മാമിയെ പോലെ ഞാൻ ഒരിക്കലും നിന്നെ ഇട്ടു പോയില്ല മോനെ. നമ്മൾ കഴിക്കുന്ന ആഹാരം ദൈവത്തിന് തുല്യമാണ്. ഇതൊരിക്കലും നിരസിക്കരുത്. ഉറപ്പായിട്ടും ചേച്ചി ഞായറാഴ്ച ചിക്കൻ മേടിച്ചു തരാം. പൊന്നു മോനല്ലേ, ഇനി നീ ആഹാരം കഴിക്കും. പ്രോമിസ്. To Calcutta and looked at the scenes with the tiger. We realized that the camera had failed to work properly. The shots were so much so that the tiger was marging almost. നിക്ക് എന്തുവാ വായിച്ചേ? കറക്റ്റ് ചെയ്ത് വായിക്ക്. Merging almost completely with the background of the trees and leaves. We had to shoot the scenes. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു, നിങ്ങൾ പോയിക്കോ.
എന്താ നീ പോകുന്നില്ലേ? ചേച്ചി മറ്റന്നാ എക്സാമാ, ഞാൻ പൊട്ടും. എന്തേലും ഒരു വഴി പറഞ്ഞ ചേച്ചി. അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ പഠിക്കണം, അല്ലാതെ പരീക്ഷയുടെ തലേന്നല്ല മറിക്കാൻ വരുന്നത്. പഠിപ്പിക്കുന്ന ഒന്നും തലേ കയറുന്നില്ല ചേച്ചി. ഇംഗ്ലീഷ് ആണെങ്കിൽ ഏറ്റവും പാട്. എന്തേലും ഒരു വഴി പറഞ്ഞ ചേച്ചി, പ്ലീസ് പ്ലീസ് പ്ലീസ്. നീ ഒരു കാര്യം ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ പോയി മോഷ്ടിക്കും. നിന്നെ കൊണ്ട് അതേ പറ്റത്തുള്ളൂ. നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന എന്നെ വേണം പറയാൻ. പൊക്കോ. എന്നെ ഈ നരകത്തൊന്ന് കൊണ്ടുപോണ കർത്താവേ, എന്റെ മേനില്ലാത്ത ജീവിതം എനിക്ക് എന്തിനാ? കൊന്നു കളഞ്ഞില്ലേ ആ ദുഷ്ട. ഞാനിനി എന്താ വേണ്ടത്? കാര്യം മനസ്സിലാക്കാതെ അപ്പച്ചൻ എന്നെ ശത്രുവിനെ പോലെ കാണുന്നത്. എനിക്ക് വയ്യ ഇങ്ങനെ നീറി നീറി ജീവിക്കാൻ. എന്താടോ തന്റെയൊക്കെ സൗകര്യത്തിനാണോ കൊണ്ടുവരുന്നത്? ഓർഡർ ചെയ്തിട്ട് എത്ര നേരമായി? റോഡിൽ നല്ല തിരക്കായിരുന്നു. ഓ ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാൽ മതിയല്ലേ. കുറച്ചൊക്കെ റെസ്പോൺസിബിലിറ്റി വേണം കേട്ടാ. ഇതാ നിന്റെ ചിക്കൻ ബിരിയാണി. ബിരിയാണി, ചിക്കൻ ബിരിയാണി. ഐസ്ക്രീം ഇല്ലേ? ഐസ്ക്രീം. ഓ ഐസ്ക്രീം അല്ല അതിനകത്തുണ്ട്. നീ അപ്പുറത്ത് വരുന്ന കഴിച്ചോ. സന്തോഷമായില്ലേ? സന്തോഷായി സന്തോഷായി. പോയിരുന്നു കഴിക്കും. ഹലോ. ഡി ഇല്ലല്ലോ, അവളില്ലേ അമൃത. അവളെക്കുറിച്ച് ഞാൻ അന്വേഷിച്ച് കുറേ നാളുകൊണ്ട് IAS എടുക്കണമെന്ന് പറഞ്ഞു. ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം കൊണ്ട് കളഞ്ഞവളാ. നീ ഒന്ന് ഫോൺ വെച്ച്, എൻ്റെ മൈൻഡ് ശരിയല്ല. ഹലോ ഹലോ. ഇവക്കിതെന്ത് പറ്റി? ഓ അച്ഛനായിട്ട് വീണ്ടും ഉടക്കി കാണും. അവൾക്ക് ഇതൊക്കെ ഭയങ്കര പേടിയാ. സാരമില്ലെന്നേ, ഇപ്പോഴത്തെ പെണ്ണുങ്ങളല്ലേ. ഇതും പഠിക്കട്ടെന്നേ, ഒരു കുഴപ്പമില്ലെന്നേ. നീ ചുമ്മാ കിടന്നുണ്ട് വിഷമിക്കാതെ. ഇനി മമ്മി ഒറ്റയ്ക്കൊന്ന് ഓടിച്ചേ നോക്കട്ടെ. മോളെ ഇച്ചിരി കൂടി ബാലൻസ് ആവട്ടെ മോളെ. ഇങ്ങനെയൊക്കെയല്ലേ ബാലൻസ് ആവുന്നത്? എടി അവൾക്ക് പേടിയാണെങ്കിൽ നിർബന്ധിക്കട്ടാ. അപ്പൊ എന്നെ നടങ്ങിയിരുന്നേ. മമ്മി പോയേ. എടാ അവര് പോട്ടടാ, അങ്ങ് പോട്ടെന്നേ. ഹലോ. രശ്മി പറയടി. അമൃതേ, ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് കേട്ടോ. അടുത്ത സിവിൽ സർവീസ് സെലക്ഷൻ ലിസ്റ്റിൽ നിന്റെ പേരുണ്ട്. ഇനി ഒരു എക്സാം കൂടെ പാസ്സായ നീ IAS ആയി മോളെ. ആണോടി? ഞാനിതൊന്ന് അമ്മയോട് പറയട്ടെ. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം കേട്ടോ. ശരി. ഇതാണെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ കുട്ടിയെ അറിയോ? അറിയാം, ഞാൻ ട്യൂഷൻ എടുക്കുന്ന കുട്ടിയാ. നിങ്ങളൊക്കെ? ഇവൻ പഠിക്കുന്ന സ്കൂളിലെ ഹെഡ് മാസ്റ്ററാണ് ഞാൻ. എന്താ സാർ കാര്യം? ഇവ ഇന്നലെ സ്കൂളിൽ ക്വസ്റ്റ്യൻ പേപ്പർ മോഷ്ടിക്കാൻ കയറി. CCTV ഉള്ള കാര്യം ഞാൻ അറിയത്തില്ല. ഇവനെ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞിട്ടാ ഇവൻ കയറിയതെന്നാണ്.
അയ്യോ സാർ, ഞാനിതൊരു തമാശ പറഞ്ഞതാ. ഇവനിത് ഇത്ര സീരിയസ് ആയിട്ട് എടുക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഇതാണോ തമാശ? ഇതൊക്കെ പോലീസ് കേസാക്കേണ്ട കാര്യ. ഇപ്പോഴത്തെ പിള്ളേർ എന്ത് ചെയ്യുന്നു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. സാർ, എൻ്റെ ഒരു വാക്ക് മൂലം ഇവൻ്റെ ഭാവി കളയരുത്. ഇവനെ എക്സാം എഴുതാൻ അനുവദിക്കണം. നിങ്ങൾ തരുന്ന എന്ത് ശിക്ഷ വേണമെങ്കിലും ഞാൻ സ്വീകരിച്ചോളാം. സാർ, എൻ്റെ മോൾക്കൊരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്കണം. അവൾ IAS ആകാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവളുടെ ഭാവിക്ക് ഒരു ദോഷം വരുത്തരുത്. കൊള്ളാം. മോൾ ഇതുവരെ എല്ലാ എക്സാമും പാസ്സായത് ചോദ്യപേപ്പർ മോഷ്ടിച്ചിട്ടായിരിക്കും അല്ലേ? ഇവളൊക്കെ IAS ആയാൽ നാട് മുടിഞ്ഞത് തന്നെ. സ്കൂളിൻ്റെ നല്ല പേര് പോകുമെന്ന് ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ ഞാൻ ഇത് കേസാക്കിയനെ. സാറേ, ഇവനെ എന്ത് ചെയ്യണം? ഇവനൊക്കെ പഠിക്കുന്നതും പഠിക്കാത്തതും ഒക്കെ കണക്കാ. എക്സാം എഴുതിക്ക്. വാ, നടക്ക്. ഭയങ്കര മിടുക്കിയാണല്ലോ വിളി. ആള് കൊള്ളാവല്ല. മോൾ ഇതുവരെ എല്ലാ എക്സാമും പാസ്സായത് ചോദ്യപേപ്പർ മോഷ്ടിച്ചിട്ടായിരിക്കും അല്ലേ? പഠിപ്പുകാരിയാന്നുള്ളത് ഇവിടെ പഠിപ്പിക്കുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ മോട്ടിക്കാനായിരിക്കും. ഇവളൊക്കെ IAS ആയാൽ നാട് മുടിഞ്ഞത് തന്നെ. ഹൃദയത്തിൽ പിടഞ്ഞൊരാ പൂവിൻ്റെ നൊമ്പരം ഹൃദയതാളമായി എന്നിൽ തുടിച്ചിടുമ്പോൾ വിജനമാം വഴികൾ ദൂരങ്ങൾ ഏറെ നിഴൽ രൂപം പതിയെ നീങ്ങിടുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ തുടിക്കും വികാരം കാലമാം വിധിയെ ശപിച്ചിടുമ്പോൾ അകലെ നക്ഷത്രക്കൂടാരമുകളിൽ സ്വപ്നങ്ങളെന്നെ മറന്നിടുമ്പോൾ സ്വപ്നത്തിൻ ചിറ